Hi dear students, we have already covered the areas characteristics of MSMEs and objectives of MSMEs. Today we are discussing the advantages, challenges, etc. of the MSME sector. The first area that we cover is advantages of MSMEs. Micro, small, medium enterprise ഇതിൻ്റെ പ്രൊമോഷനിലൂടെ എന്തൊക്കെയാണ് നേട്ടങ്ങളുള്ളത് എന്നുള്ളതാണ്. ഫസ്റ്റ് വൺ, എംപ്ലോയ്മെൻറ്റ് ഓപ്പർച്യൂണിറ്റീസ്. നമ്മൾ ഓൾറെഡി ഇത് ഒബ്ജക്റ്റീവായി പറഞ്ഞിട്ടുണ്ട് അല്ലേ. അപ്പോൾ ഫസ്റ്റ് അഡ്വാൻറ്റേജ് ഓഫ് MSME is that it provide a lot of employment opportunities. Mostly MSMEs are running in localized mode using labor intensive technologies, so it provide a lot of employment opportunities. Second, it require less capital as it is labor intensive. Indigenous firms, localized firms, they require lesser capital. That is another advantage. If you are having a lesser amount, for example ചെറിയൊരു പ്രസ് അല്ലേ, അല്ലെങ്കിൽ ചെറിയൊരു പാക്കിംഗ് മെറ്റീരിയൽ ഉണ്ടാക്കുന്ന സ്ഥാപനം, അതല്ലെങ്കിൽ ചെറിയൊരു എന്താ പറയുക പ്രിൻറ്റിങ് പ്രസ്, ഇങ്ങനെ ഈ വളരെ ചെറിയ സ്ഥാപനങ്ങൾ ഒരു ചെറിയ മെഷീനറി വെച്ചുകൊണ്ട് ഒരു 50,000 രൂപയോ 1,00,000 രൂപയുള്ള മെഷീനറി വെച്ചുകൊണ്ട് പോലും നമുക്ക് അല്ലേ വളരെ ചെറുതായിട്ട് ആലോചിക്കാവുന്ന ഒരുപാട് ഫേംസ് ഉണ്ട് അല്ലേ. ചെറിയൊരു നമ്മൾ ഒരു സിപ്പപ്പ് എന്ന് പറയുന്ന സാധനം മതി അല്ലേ, സിപ്പപ്പിനൊരു പാക്കിംഗ് മെഷീൻ മതി അല്ലേ, വളരെ ചെറിയ എമൗണ്ട് മതി, നമുക്ക് ഇൻഡിവിജ്വലായിട്ട് 1-2 ആളുകൾക്കൊക്കെ സ്റ്റാർട്ട് ചെയ്യും. ഇങ്ങനെ നമുക്ക് ആലോചിക്കാവുന്ന ഒരുപാട് മേഖലകളുണ്ട്. നമ്മൾ ഈ EDPയുടെ ക്ലാസ് കഴിയുമ്പോഴേക്കൊക്കെ നിങ്ങൾ ഒരുപാട് ഐഡിയാസ് നിങ്ങൾ തന്നെ കോൺട്രിബ്യൂട്ട് ചെയ്യണം. ഞാൻ അവസാനം ഒരു അസൈൻമെൻറ്റൊക്കെ തരുന്നുണ്ട് നമുക്ക് തുടങ്ങാവുന്ന ഒരു ഇൻഡസ്ട്രിയെക്കുറിച്ച്. അപ്പോൾ നിങ്ങൾ ഒരുപാട് കൺസെപ്റ്റുകൾ ഉണ്ടാക്കി വെക്കുക. അപ്പോൾ നമുക്ക് അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ റിസോഴ്സ് ഷെയറിങ് ആവാം. നമ്മുടെ കൺസെപ്റ്റുകളൊക്കെ അങ്ങോട്ട് ഷെയർ ചെയ്യുമ്പോൾ നമുക്ക് തന്നെ വളരെ ചെറിയ ക്യാപിറ്റൽ അല്ലേ, ക്യാപിറ്റൽ പോലും നമ്മൾ ഉണ്ടാക്കേണ്ട ആവശ്യമില്ല ശരിക്കും. ഇപ്പോൾ ഫോർ എക്സാമ്പിൾ ഇപ്പോൾ നമ്മൾ പ്ലാസ്റ്റിക് നിരോധിച്ചിട്ടുണ്ട്. അപ്പോൾ അതുകൊണ്ട് തന്നെ പ്ലാസ്റ്റിക് അല്ലാത്ത കവറുകളും പാക്കുകളൊക്കെ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും അല്ലേ. സാധാരണ ആ ഒരു പേപ്പർ ബാഗ് അല്ലാതെ തന്നെ മറ്റു രീതിയിൽ ചെറിയ രീതിയിലൊക്കെ നമുക്ക് ടെക്സ്റ്റൈൽസിലോ മറ്റോ ഉപയോഗിക്കാവുന്ന ബാഗുകൾ ഉണ്ടാക്കാൻ പറ്റും. അതിനാകെ വേണ്ടത് ഒരു ഒരു സ്ക്രീൻ പ്രിൻറ്റിങ് മെഷീനും ഒരു അല്ലേ അത്തരം മെഷീൻസ് മാത്രമാണ്, 1-2 മെഷീൻസ് മാത്രമാണ്. അപ്പം അതുകൊണ്ട് തന്നെ എനിവേ നമ്മൾ ടോപ്പിക്കിലേക്ക് വരാം. ഇറ്റ് റിക്വയർ ലെസ്സർ ക്യാപിറ്റൽ. Then another advantages MSME is that it facilitate close supervision. Generally MSME is run by one person and there will be 2 or 3 workers, that's at all. So the close supervision of employees and the production facilities will be possible by the owner. പക്ഷേ ഒരു കമ്പനിയുടെ കേസ് എങ്ങനെയാണ്, മാനേജിങ് ഡയറക്ടർക്ക് ഒരിക്കലും എല്ലാ കാര്യങ്ങളും നേരിട്ട് സൂപ്പർവൈസ് ചെയ്യാൻ പ്രയാസമായിരിക്കും. അപ്പം അതുകൊണ്ട് തന്നെ ഇറ്റ് ഫെസിലിറ്റേറ്റ് ക്ലോസ് സൂപ്പർവിഷൻ ഈസ് അനദർ അഡ്വാൻറ്റേജ്. Then personal contact with the consumers, employees, etc. The owner, the proprietor will have personal contact with the consumers, employees, stakeholders, etc. Then personalized service. അല്ലേ, ഒരു ചെറിയ ഇൻഡസ്ട്രിയൽ ഫേംസിൻ്റെ അല്ലെങ്കിൽ MSMEയുടെ പ്രത്യേകത ദേ ക്യാൻ പ്രൊവൈഡ് പേഴ്സണലൈസ്ഡ് സർവീസ് അല്ലേ. ഒരു ലാർജ് സ്കെയിൽ കമ്പനി ആകുമ്പോൾ എല്ലാവർക്കും വേണ്ട ഒരു ഒറ്റ പ്രോഡക്റ്റാണ് ഓഫർ ചെയ്യുക. അതേസമയം പുതിയ മാർക്കറ്റിംഗ് ടെക്നോളജിയുടെ പ്രത്യേകത എന്ന് പറയുന്നത് പേഴ്സണലൈസ്ഡ് മാർക്കറ്റിങ്ങിനാണ് ഇമ്പോർട്ടൻസ്. ഒരു കൺസ്യൂമർക്ക് എന്താണോ വേണ്ടത് അത് കൊടുക്കുക അല്ലേ. പണ്ടൊക്കെ ഇപ്പോൾ ഒരു ട്രെൻഡ് പറയാൻ പറ്റുന്ന, ഇപ്പോൾ നമ്മൾ ഈ ഒരു കോവിഡ് വന്നതുകൊണ്ടുള്ള ഒരു ട്രെൻഡ് കേക്ക് ബിസിനസ്. പണ്ടൊക്കെ എങ്ങനെയായിരുന്നു കേക്ക് ഓഫർ ചെയ്തിരുന്നത്, നമ്മളൊരു കേക്ക് ബേക്കറിയിൽ പോവുക, 1 കിലോയുടെ വൈറ്റ് ഫോറസ്റ്റ്, ബ്ലാക്ക് ഫോറസ്റ്റ്, ഇങ്ങനെ ഏതാണോ വേണ്ടത് അത് ഓർഡർ ചെയ്യുക, അത് അവരൊരു സാധനം കൊടുക്കുന്നുണ്ട്, അതിൽ നമ്മുടെ പേരെഴുതി തരും, അത്രയേ ഉള്ളൂ. അപ്പോൾ അങ്ങനെയാണോ? അല്ല, ഇപ്പോൾ ഒരുപാട് ലോക്കലൈസ്ഡ് ആയിട്ടുള്ള ഒരുപാട് കേക്ക് ബിസിനസ് വന്നിട്ടുണ്ട്. എങ്ങനെയാണ് അവർ പ്രൊവൈഡ് ചെയ്യുന്നത്? അന്നത്തെ പോലെയുള്ള കേക്കാണോ? അല്ല, നമ്മുടെ കസ്റ്റമൈസ്ഡ് പ്രോഡക്റ്റാണ് കൊടുക്കുന്നത്. ഓരോ കസ്റ്റമർക്കും ഓരോ പ്രോഡക്റ്റാണ് കൊടുക്കുന്നത്. അവർ പറയുന്ന കളറ്, ടേസ്റ്റ് സൈസ്, അതിൻ്റെ ബ്രാൻഡ്, അതുപോലെ തന്നെ അതിൽ എന്തൊക്കെയാണ്, റോസാപ്പൂ വേണോ അങ്ങനെ ഏതൊക്കെയാണോ വേണ്ടത് ആ രീതിയിലാണ് കൊടുക്കുന്നത്. കസ്റ്റമൈസ്ഡ് മാർക്കറ്റിംഗ് ആണ് പുതിയ പ്രത്യേകത. അതായത് പേഴ്സണലൈസ്ഡ് സർവീസ്, കസ്റ്റമൈസ്ഡ് പ്രോഡക്റ്റ്. അതല്ലാതെ ഒരു
അല്ലേ, പെർട്ടിക്കുലർ പ്രൊഡക്റ്റ് ഉണ്ടാക്കിയിട്ട് അതെല്ലാവർക്കും ഒരേപോലെ കൊടുക്കുന്ന രീതിയല്ല. മോഡേൺ ട്രെൻഡ് എന്ന് പറയുന്നത് കസ്റ്റമൈസ്ഡ് സർവീസാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ പേഴ്സണലൈസ്ഡ് സർവീസ് ഈസ് പോസിബിൾ ഇഫ് ഇറ്റ് ഈസ് MSME. അല്ലേ, ഒരു ലാർജ് സ്കെയിൽ കമ്പനിക്ക് അങ്ങനെ എല്ലാവർക്കും കസ്റ്റമൈസ്ഡ് സർവീസ് കൊടുക്കാൻ പ്രയാസമാണ്. പക്ഷേ ഒരു പുതിയ ട്രെൻഡാണ്, അങ്ങനെ കൊടുക്കുന്നുണ്ട്. ഇപ്പോൾ ഫോർ എക്സാമ്പിൾ ബാങ്ക്സ്, അല്ലേ, ബാങ്കുകളൊക്കെ അങ്ങനെ, പ്രൈവറ്റ് ബാങ്കുകളൊക്കെ അങ്ങനെ ഒരു ട്രെൻഡിലേക്ക് വരുന്നുണ്ട്. അതാത് കൺസ്യൂമർക്ക് വേണ്ട രീതിയിൽ ബാങ്കിങ് ഓപ്പറേഷൻ കൊടുക്കുന്ന രീതിയിലേക്ക് വരുന്നുണ്ട്. അല്ലേ, ഓരോരുത്തർക്ക് വേണ്ട പ്രോഡക്റ്റ് ഡിസൈൻ ചെയ്യുക. അപ്പോൾ ആ രീതിയിൽ ഇറ്റ് വിൽ ബി മോർ ഈസി ഇൻ കേസ് ഓഫ് MSME ടു പ്രൊവൈഡ് പേഴ്സണലൈസ്ഡ് സർവീസ്. Then it help price reduction. Cost of running the operation will be running the organization will be lesser. സ്ഥാപനം റൺ ചെയ്യാനുള്ള കോസ്റ്റ് കുറവായതുകൊണ്ട് തന്നെ പ്രൈസ് റിഡക്ഷൻ പോസിബിളാണ്. ദെൻ നെക്സ്റ്റ്, ഗവൺമെൻറ് സപ്പോർട്ട് ഒരു അഡ്വാൻറ്റേജാണ്. ഒരു MSME തുടങ്ങിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ ആ MSMEക്ക് കുറേ ഗവൺമെൻറ് സപ്പോർട്ടുകൾ കിട്ടും. അതിനുള്ള മാർക്കറ്റിംഗ് സപ്പോർട്ട്, അതിനുള്ള ഐഡിയ സപ്പോർട്ട്, ദെൻ റിബേറ്റ്, ഫിനാൻഷ്യൽ അസിസ്റ്റൻസ്, ഇതൊക്കെ പ്രൊവൈഡ് ചെയ്യുന്നു എന്നുള്ളതാണ്. ദെൻ ഫോസ്റ്റർ ക്രിയേറ്റിവിറ്റി. അല്ലേ, ഒരു MSMEയുടെ മറ്റൊരു പ്രത്യേകതയാണ് ക്രിയേറ്റിവിറ്റി ഉണ്ടാവും. അല്ലേ, നമുക്കറിയാം ഇന്ന് എന്താണ് ഒരു പുതിയ പ്രോഡക്റ്റായിട്ട് വരിക എന്ന് പറയാൻ പറ്റില്ല. അല്ലേ, അത്രയും ക്രിയേറ്റീവാണ്. കസ്റ്റമൈസ്ഡ് സർവീസ്, നമ്മൾ ഓൺലൈൻ മാർക്കറ്റിംഗ് നോക്കിയാൽ മതി. അല്ലേ, ഓൺലൈനിൽ എന്തൊക്കെയാണ് ഇപ്പോൾ ആളുകൾ യൂട്യൂബ് ചാനൽ തുടങ്ങിയിട്ട് എന്തൊക്കെയാണ് ക്രിയേറ്റിവിറ്റി കൊണ്ടുവരുന്നത് എന്നുള്ളതാണ്. അല്ലേ, പാമ്പിൻ്റെ മാളത്തിലേക്ക് ക്യാമറ അങ്ങോട്ടിട്ടിട്ട് ആ സാധനം ഷൂട്ട് ചെയ്തിട്ടാണ് ഇന്ന് യൂട്യൂബിലൂടെ കൊടുക്കുന്നത്. ക്രിയേറ്റിവിറ്റിയാണ്. അല്ലേ, ഓരോരുത്തരുടെയും ബ്ലോഗേഴ്സിൻ്റെയൊക്കെ യൂട്യൂബ് വീഡിയോ കണ്ടാൽ അറിയാം എങ്ങനെയൊക്കെ പുതിയ പുതിയ വീഡിയോസ് ഉണ്ടാക്കാം. മക്കളുടെ ബർത്ത്ഡേ, സ്വന്തം മക്കളുടെ ബർത്ത്ഡേ നടത്തിയത് എങ്ങനെ ഒരു 1 lakh സബ്സ്ക്രൈബേഴ്സിനെ കൊണ്ട് കാണിക്കാം എന്ന രീതിയിലാണ് ആൾക്കാർ റിസർച്ച് ചെയ്തുകൊണ്ടിരിക്കുന്നത്. അല്ലേ, പ്രത്യേകിച്ച് നിങ്ങൾ സ്റ്റുഡൻസിനൊക്കെ പറ്റിയ ഫീൽഡാണത്. അതും ഒരു MSME തന്നെയാണ്. ഒരു ചെറിയ മുതൽ മുടക്കി ചെറിയൊരു ചാനൽ തുടങ്ങി ചെറിയ പ്രൊഫഷണലായിട്ട് കുറച്ച് ക്യാമറയും, അല്ലേ, അതുപോലെ തന്നെ കുറച്ച് എഡിറ്റിംഗ് സോഫ്റ്റ്വെയർസും ഒരു സിസ്റ്റമൊക്കെ ഉണ്ടെങ്കിൽ നമുക്കും എന്ത് ചെയ്യാം, ചാനൽ തുടങ്ങാം. അല്ലേ, ചാനൽ തുടങ്ങിയാൽ പോരാ, ദർ ഷുഡ് ബി ക്രിയേറ്റിവിറ്റി. എങ്ങനെ പുതിയ പുതിയ ഒരു വീഡിയോസ് ക്രിയേറ്റ് ചെയ്യാം, അതെങ്ങനെ ആളുകളെ കൊണ്ട് സബ്സ്ക്രൈബ് ചെയ്യിക്കാം. അല്ലേ, ക്രിയേറ്റിവിറ്റി ഉണ്ടെങ്കിൽ അതിന് എന്തിനും ആളുകളുണ്ട്, മനസ്സിലായല്ലോ, അത് വ്യൂവേഴ്സ് ഉണ്ട്. ഇപ്പോൾ നമ്മൾ യൂട്യൂബ് ഒരു എക്സാമ്പിൾ മാത്രമാണ്. സോ MSME ഫോസ്റ്റർ ക്രിയേറ്റിവിറ്റി. ദെൻ നെക്സ്റ്റ്, ഇറ്റ് യൂസ് ലോക്കൽ റിസോഴ്സസ്. നമ്മൾ നേരത്തെ പറഞ്ഞതാണ്. അല്ലേ, MSMEയുടെ ഒരു അഡ്വാൻറ്റേജാണ് ലോക്കൽ റിസോഴ്സുകൾ പലതും പാഴായി പോകുന്നുണ്ട്. ആ പാഴായി പോകുന്ന റിസോഴ്സുകളെ എങ്ങനെ ഇഫക്റ്റീവായിട്ട് യൂസ് ചെയ്യാം, അപ്പോൾ അങ്ങനെ ഉപയോഗിക്കുന്നു എന്നുള്ളതാണ് MSMEയുടെ ഒരു പ്രത്യേകത. അല്ലേ, പ്ലാസ്റ്റിക് പ്രോഡക്റ്റുകൾ പലതും എന്ത് ചെയ്യുന്നുണ്ട്, ഡെക്കറേഷൻ ഐറ്റംസ് ആയിട്ട് വരുന്നുണ്ട്. പ്ലാസ്റ്റിക്കായിട്ട്, അല്ലേ, നമ്മൾ ഉപയോഗിക്കാത്ത പല സാധനങ്ങളും, അതല്ലെങ്കിൽ നാച്ചുറൽ റിസോഴ്സുകൾ പലതും, അല്ലേ, വയനാട് നിന്നൊക്കെ ഒരുപാട് നാച്ചുറൽ റിസോഴ്സുകൾ ഉപയോഗിച്ചുകൊണ്ടുള്ള ഒരുപാട് പ്രോഡക്റ്റ്സ് ഇറങ്ങുന്നുണ്ട്. മുളയും കഴുങ്ങും, അല്ലേ, ഒക്കെ ഉപയോഗിച്ചുകൊണ്ട് പ്രോഡക്റ്റ്സ് വരുന്നുണ്ട്. അപ്പം അങ്ങനെ ആ ഒരു മേഖല, ഇപ്പോൾ ടൂറിസം മേഖലകൾ, അല്ലേ, അവിടെയൊക്കെ ചെയ്യുന്നത് ലോക്കൽ റിസോഴ്സുകളെ, വേസ്റ്റ് റിസോഴ്സുകളെ എങ്ങനെ ഒരു പ്രോഡക്റ്റായിട്ട്, അല്ലേ, മാർക്കറ്റ് ചെയ്യാമെന്ന രീതിയിലേക്ക് വരുന്നുണ്ട്. അപ്പോൾ അതുകൊണ്ട് തന്നെ ലോക്കൽ റിസോഴ്സുകൾ ഉപയോഗിക്കുന്നു എന്നുള്ളതാണ് ഒരു അഡ്വാൻറ്റേജ്. ആൻഡ് ഓൾസോ ഇറ്റ് ഈസ് എൻവിയോൺമെൻറ്റ് ഫ്രണ്ട്ലി നമുക്ക് പറയാൻ പറ്റും. കൂടുതലും ലേബർ ഇൻറ്റൻസീവ് ആണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ എൻവിയോൺമെൻറ്റൽ പൊല്യൂഷൻ റിഡ്യൂസ് ചെയ്യാൻ സാധിക്കുന്നു. ദീസ് ആർ സം ഓഫ് ദ അഡ്വാൻറ്റേജസ്. നൗ ലെറ്റ് us discuss one more topic, the problems. First limitation or problem is irregular supply of raw materials. ലോക്കലൈസ്ഡ് ആയതുകൊണ്ട്, ചെറിയ സ്ഥാപനമായതുകൊണ്ട് ഒരുപാട് റോ മെറ്റീരിയൽ സ്റ്റോർ ചെയ്യുക എന്നുള്ളത് അസാധ്യമാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ റോ മെറ്റീരിയൽ സപ്ലൈ റെഗുലർ അല്ലെങ്കിൽ ഇറ്റ് വിൽ ബി എ പ്രോബ്ലം ഫോർ സ്മോൾ സ്കെയിൽ ഇൻഡസ്ട്രീസ്. മാർക്കറ്റിംഗ് പ്രോബ്ലംസ്, അല്ലേ, പലരും കേക്ക് ഉണ്ടാക്കുന്നുണ്ട്, പക്ഷെ അത് മാർക്കറ്റിംഗ് ഒരു പ്രയാസമാണ്. അല്ലേ, അതല്ലെങ്കിൽ നമ്മൾ ലോക്കലൈസ്ഡ് ആയിട്ടുള്ള പല ഇൻഡസ്ട്രീസിൻ്റെയും പ്രത്യേകത അവരുടെ പ്രോഡക്റ്റുകൾ അത് മാർക്കറ്റ് ചെയ്യാൻ വേണ്ടിയുള്ള ഒരു ബുദ്ധിമുട്ടുണ്ട്. കാരണം ഒരു ഹ്യൂജ് ക്രോർസ് ഓഫ് എമൗണ്ട് ഉപയോഗിച്ചുകൊണ്ട് അഡ്വർടൈസ് ചെയ്യാൻ പറ്റില്ല. അപ്പോൾ അതുകൊണ്ട് തന്നെ ദർ ഇസ് മാർക്കറ്റിംഗ് പ്രോബ്ലം, ദർ ഇസ് പേഴ്സണൽ പ്രോബ്ലം. പേഴ്സണൽ എന്ന് പറഞ്ഞാൽ ഇവിടെ ഉദ്ദേശിക്കുന്നത് സ്റ്റാഫാണ്, ലേബർ, അല്ലേ. ലേബർ പ്രോബ്ലംസ് ഉണ്ട്. നമുക്ക് സൂട്ടായിട്ടുള്ള ലേബർ എല്ലാ സമയത്തും കിട്ടുമോ, അതല്ലെങ്കിൽ ലേബറിൻ്റെ കോസ്റ്റ്, ഇതൊക്കെ ഒരു പ്രോബ്ലമാണ്. ദെൻ അണ്ടർ യൂട്ടിലൈസേഷൻ ഓഫ് കാപ്പബിലിറ്റീസ്. ഒരു ഓണർ അയാൾക്ക് ചെറിയ എമൗണ്ട് ഇൻവെസ്റ്റ് ചെയ്ത് ചെറിയൊരു ബിസിനസ് നടത്തുമ്പോൾ അയാളുടെ ഫുൾ പൊട്ടൻഷ്യൽ ഉപയോഗിക്കാൻ സാധിക്കുന്നില്ല. അതേസമയം അയാളൊരു മൾട്ടിനാഷണൽ കമ്പനി നടത്തുകയാണെങ്കിൽ അയാളുടെ ഫുൾ പൊട്ടൻഷ്യൽ അവിടെ ഉപയോഗിക്കാൻ പറ്റും. അപ്പോൾ അതുകൊണ്ട് തന്നെ ഒരാളുടെ കപ്പാസിറ്റി
അല്ലേ? അതുപോലെ തന്നെ ഒരു ഫാക്ടറിയുടെ കപ്പാസിറ്റി നമുക്ക് പറയാൻ പറ്റും. ഒരു ഫാക്ടറിയൊക്കെ സെറ്റ് ചെയ്ത് അത് മുഴുവനായിട്ട് ഉപയോഗിക്കാൻ പറ്റുമോ ഇല്ലയോ എന്നുള്ളൊരു പ്രോബ്ലം വരാറുണ്ട്. ദെൻ ഗവൺമെൻറ് റൂൾസ്. നമുക്കറിയാം നമ്മുടെ നാട്ടിൽ ഒരു സ്ഥാപനമൊക്കെ കൊണ്ടുനടക്കുക എന്ന് പറയുന്നത് നമുക്കറിയാം, അല്ലേ? ഇപ്പോൾ MSME ആണെങ്കിൽ പോലും നമ്മൾ പറഞ്ഞു ദർ ആർ ലെസ്സർ ഫോർമാലിറ്റീസ്. പക്ഷേ MSME ആണെങ്കിൽ പോലും ഒരുപാട് ഫോർമാലിറ്റീസ് ഉണ്ട്, അല്ലേ? ഒരു സ്ഥാപനം തുടങ്ങുകയാണെങ്കിൽ അതിനൊരു ലൈസൻസ് വേണം, രജിസ്ട്രേഷൻ വേണം, ദെൻ സെയിൽസ് ടാക്സ് രജിസ്ട്രേഷൻ വേണം, GST രജിസ്ട്രേഷൻ വേണം, അല്ലേ? പൊല്യൂഷൻ കൺട്രോൾ ബോർഡിൽ നിന്നുള്ള രജിസ്ട്രേഷൻ വേണം. ഇതിങ്ങനെ ഒരുപാട് കോംപ്ലിക്കേഷനൊന്നും ഉണ്ടെന്നല്ല പറയുന്നത് കേട്ടോ. നമുക്കത് ഇൻഡസ്ട്രിയൽ സെൻറ്റേഴ്സ്, അതുപോലെ തന്നെ ഡിസ്ട്രിക്ട് ഇൻഡസ്ട്രിയൽ സെൻറ്റർ, അതുപോലെ തന്നെ സബ് സെൻറ്റേഴ്സ്, താലൂക്ക് വൈസുള്ള സെൻറ്റേഴ്സിലൊക്കെ പോയാൽ അവർ അതിനുള്ള എല്ലാ സപ്പോർട്ടും തരും. അപ്പോൾ എനിവേ ദർ ആർ എ ലോട്ട് ഓഫ് ഗവൺമെൻറ് റൂൾസ്. ദെൻ ബോഗസ് യൂണിറ്റ്സ്. ബോഗസ് യൂണിറ്റ് എന്ന് പറയുമ്പോൾ വെറുതെ ഉണ്ടാക്കുന്ന യൂണിറ്റുകളാണ്. നമ്മൾ പറഞ്ഞു ഒരുപാട് കൺസെഷൻസ് ഉണ്ട്, അല്ലേ? ഒരു 1 lakh rupees ഒരു പ്രൊജക്റ്റ് നമ്മൾ ഈ ഒരു ഇൻഡസ്ട്രിയൽ സെൻറ്ററിൽ കൊണ്ടുവച്ച് കഴിഞ്ഞാൽ അവർ നമുക്ക് ഫോർ എക്സാമ്പിൾ ഒരു 30,000 രൂപയൊക്കെ ചിലപ്പോൾ 30% നമുക്ക് റിബേറ്റ് തരും. എന്താ സംഭവിക്കുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ ചില താപ്പന്മാർ ചെയ്യുക എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അവർ ഒരു യൂണിറ്റൊക്കെ സെറ്റ് ചെയ്യും, എന്നിട്ട് അതിൻ്റെ പ്രൊജക്റ്റ് അവിടെ സബ്മിറ്റ് ചെയ്യും. ആ 30,000 രൂപയുടെ റിബേറ്റ് ഇങ്ങോട്ട് വാങ്ങിയെടുക്കും. യൂണിറ്റൊക്കെ രജിസ്റ്റർ ചെയ്യും ചെറിയ എമൗണ്ട് സ്പെൻഡ് ചെയ്തുകൊണ്ട്. 30,000 രൂപ റിബേറ്റ് വാങ്ങും, പിന്നെ സ്ഥാപനം തുടങ്ങില്ല. അതിനെയാണ് നമ്മൾ ബോഗസ് യൂണിറ്റ് എന്ന് പറയുന്നത്. അങ്ങനെ ഒരു പ്രോബ്ലം ഉണ്ട്. ഫിനാൻഷ്യൽ അസിസ്റ്റൻസ് ഉള്ളതുകൊണ്ട് ഫിനാൻഷ്യൽ അസിസ്റ്റൻസ് മാത്രം വാങ്ങിയെടുക്കുക എന്ന് പറയുന്നൊരു പ്രോബ്ലം ഉണ്ട്. ഇന്നാഡിക്വേറ്റ് ഫിനാൻസ്, ദിസ് ഈസ് അനദർ പ്രോബ്ലം, അല്ലേ? ലാക്ക് ഓഫ് ആഡിക്വേറ്റ് ഫണ്ടിങ്. ഒരു ഇൻഡിവിജ്വൽ തുടങ്ങുന്നത് കൊണ്ട് തന്നെ അയാൾക്ക്, അല്ലേ, നമ്മളൊക്കെ പലപ്പോഴും ഫേസ് ചെയ്യുന്നൊരു പ്രോബ്ലം ഫിനാൻസ് ആയിരിക്കാം, അല്ലേ? ഒരു വിദ്യാർത്ഥി പെട്ടെന്നൊരു സ്ഥാപനത്തിലേക്ക് പോകുമ്പോൾ അയാൾ ഇൻകം ഒന്നുമില്ല, അല്ലേ? അപ്പോൾ അതുകൊണ്ട് തന്നെ എങ്ങനെ തുടങ്ങും? ഫണ്ട് റേസ് ചെയ്യാനുള്ളൊരു പ്രോബ്ലം. അപ്പോൾ ഫണ്ട് എന്ന് പറയുന്നത് നമുക്കറിയാം ഒരുപാട് ലെൻഡിങ് ഓപ്പറേഷൻസ് ഉണ്ടെങ്കിലും അതിനൊക്കെ നമ്മൾ ഇൻട്രസ്റ്റ് കൊടുക്കണമല്ലോ, അല്ലേ? അപ്പോൾ ഇനാഡിക്വേറ്റ് ഫിനാൻസ് ഈസ് വൺ ഓഫ് ദ ലിമിറ്റേഷൻ. ദെൻ ലാക്ക് ഓഫ് മാനേജീരിയൽ എക്സ്പീരിയൻസ്. ഒരു ഇൻഡിവിജ്വൽ തുടങ്ങുന്നതുകൊണ്ട് തന്നെ അവിടെ ഒരു ബോർഡ് ഓഫ് ഡയറക്ടേഴ്സ് ഒന്നുമില്ല. അപ്പോൾ അതുകൊണ്ട് തന്നെ ഒരുപാട് ആളുകളുടെ ഐഡിയാസ് വരുന്നില്ല. ഇൻഡിവിജ്വൽ ഐഡിയ വരുമ്പോഴുള്ള ചെറിയ ലിമിറ്റേഷൻസ് ഉണ്ട്. ദെൻ അതുകൊണ്ട് തന്നെ പലപ്പോഴും നമ്മൾ ഇതുപോലുള്ള സ്ഥാപനങ്ങൾ തുടങ്ങുമ്പോൾ തുടങ്ങുമ്പോഴും പാർട്ട്ണർഷിപ്പിൽ തുടങ്ങുക എന്നുള്ളതാണ്. ഒരു നല്ല പാർട്ട്ണറെ കണ്ടെത്തുക. ഒരു 2-3 പേര് പാർട്ട്നേഴ്സായിട്ട് തുടങ്ങുക. അപ്പം അങ്ങനെയാകുമ്പോഴുള്ള പ്രത്യേകത എന്ന് പറയുന്നത് ഐഡിയ ഷെയറിങ് നടക്കും. ഇൻഡിവിജ്വൽ തുടങ്ങുമ്പോൾ അയാളുടെ ഐഡിയയിൽ വരുന്ന കാര്യങ്ങൾ മാത്രമേ ഉണ്ടാവുകയുള്ളൂ. അപ്പോൾ അതുകൊണ്ട് തന്നെ അയാളുടെ ഫോൾട്ടുകൾ ബിസിനസ്സിനെ ബാധിക്കും. ഇപ്പോൾ പാർട്ട്നേഴ്സായി തുടങ്ങിക്കഴിഞ്ഞാൽ ഐഡിയ ഷെയറിങ്, അതുപോലെ തന്നെ എപ്പോഴും ഒരു ഗ്രൂപ്പ് ഇൻട്രസ്റ്റ് ഉണ്ടാവും. ദെൻ ലാക്ക് ഓഫ് പ്രോപ്പർ മെഷീനറീസ് ഈസ് അനദർ ലിമിറ്റേഷൻ. ദെൻ നമുക്ക് പലപ്പോഴും സ്മോൾ സ്കെയിൽ ആകുമ്പോൾ പ്രോപ്പർ മെഷീനറി ഉണ്ടാവും, പക്ഷേ അത് വാങ്ങാനുള്ള പൈസ ഉണ്ടാവില്ല. ദാറ്റ് ഈസ് അനദർ പ്രോബ്ലം. ലാക്ക് ഓഫ് ടെക്നിക്കൽ നോഹോ, അല്ലേ? ഇത് സെയിം സാധനം തന്നെയാണ്. ടെക്നിക്കൽ നോളേജ് കൂടുതൽ കരസ്ഥമാക്കാൻ സാധിക്കില്ല. ആൻഡ് മോസ്റ്റ് ഓഫ് ദ MSMEs ആർ റണ്ണിങ് ഓൺ ട്രഡീഷണൽ ലൈൻസ്. ഇത് സാധാരണ ഇൻഡിജീനിയസ് യൂണിറ്റുകളായിട്ടായിരിക്കും ഓപ്പറേറ്റ് ചെയ്യുന്നത്. അപ്പം അങ്ങനെയുള്ള കുറച്ച് ലിമിറ്റേഷൻസ് ഉണ്ട്. അപ്പോൾ ദീസ് ആർ the advantages and limitations of MSMEs. Okay, thank you very much.